Accuracy and precision. Accuracy is the measure of how close the measured value is to the true value of the quantity being measured. അതായത് ട്രൂ വാല്യൂ മീൻസ് ഒറിജിനൽ വാല്യൂ, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ആക്ച്വൽ ലെങ്ത്തിനെ അല്ലെങ്കിൽ ആക്ച്വൽ വാല്യൂവിനെയാണ് ട്രൂ വാല്യൂ എന്ന് പറയുന്നത്. മെഷേർഡ് വാല്യൂ എന്ന് പറയുന്നത് ആ ഒരു പെർട്ടിക്കുലർ ഫിസിക്കൽ ക്വാണ്ടിറ്റി സം ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ സം ടെക്നിക്സ് അല്ലെങ്കിൽ സം എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്ത് നമ്മൾ മെഷർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഒബ്സർവേഷനെയാണ് മെഷേർഡ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഒറിജിനൽ വാല്യൂവിനോട് അത് ഒബ്സർവേഷൻ നമ്മൾ സം ടെക്നിക്സ് അല്ലെങ്കിൽ സം ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്ത് മെഷർമെൻറ്റ് നടത്തിയപ്പോൾ നമുക്ക് കിട്ടിയ മെഷേർഡ് വാല്യൂ എത്രത്തോളം ക്ലോസ് ആണ് എന്നുള്ള ആ ഒരു ക്ലോസ്നെസ്സിനെയാണ് ആക്യുറസി അല്ലെങ്കിൽ ആ ഒരു മെഷറിനെയാണ് നമ്മൾ ആക്യുറസി എന്ന് പറയുന്നത്. അപ്പോൾ ആക്യുറസി ഓഫ് ദ മെഷർമെൻറ്റ് മീൻസ് ഹൗ ക്ലോസ് ദ മെഷേർഡ് വാല്യൂ ഈസ് ടു ദി ട്രൂ വാല്യൂ ഓഫ് ദ ക്വാണ്ടിറ്റി. How close the measured value is to the true value of the quantity. For example, who is more accurate when measuring a book that has the true length of 17 cm? അതായത് 17 cm ഒറിജിനൽ ലെങ്ത്തുള്ള ഒരു നോട്ട്ബുക്ക് രണ്ട് സ്റ്റുഡൻസ് മെഷർമെൻറ്റ് എടുക്കുകയാണ്. ഒബ്വിയസ്ലി ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്തായിരിക്കും മെഷർമെൻറ്റ് എടുക്കുക. അത് ലെങ്ത് ആയതുകൊണ്ട് തന്നെ മെഷർ ചെയ്യാൻ നമ്മൾ സ്കെയിൽസ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ സൂസൻ, അമി എന്ന് പറയുന്ന രണ്ട് സ്റ്റുഡൻസ് 17 cm ലെങ്ത്ത് ഒറിജിനൽ ലെങ്ത്തിലുള്ള ഒരു നോട്ട്ബുക്കിൻ്റെ സ്കെയിൽ യൂസ് ചെയ്ത് മെഷർമെൻറ്റ് എടുക്കുകയാണ്. 4 മെഷർമെൻറ്റ്സ് 4 ഒബ്സർവേഷൻസ് എന്ന് പറഞ്ഞാൽ 4 പ്രാവശ്യമാണ് മെഷർമെൻറ്റ് എടുക്കുന്നത് സ്കെയിൽ യൂസ് ചെയ്ത്. 4 ഒബ്സർവേഷൻസ് ആണ് എടുത്തിരിക്കുന്നത്. അതിൽ സൂസൻ്റെ ഒബ്സർവേഷൻസ് ആണ് 17 cm, 16 cm, 18 cm ആൻഡ് 15 cm. ഇനി ആമിയുടെ ഒബ്സർവേഷൻസ് ആണ് 15.5 cm, 15 cm, 15.2 cm ആൻഡ് 15.3 cm. അപ്പോൾ സൂസൻ്റെയും അമിയുടെയും ഒബ്സർവേഷനെ നമുക്ക് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒറിജിനൽ ലെങ്ത് ആയിട്ടുള്ള 17 cm മോർ ക്ലോസ് ആയിട്ട് വരുന്നത് സൂസൻ്റെ മെഷർമെൻ്റ് ആണ് അമിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, അമിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സൂസൻ്റെ മെഷർമെൻ്റ് ആണ് മോർ ആക്യുറേറ്റ് എന്ന് പറയാം. കാരണം ആ നോട്ട്ബുക്കിൻ്റെ ഒറിജിനൽ ലെങ്ത്ത് 17 cm ആണ്. സൂസൻ്റെ ഒബ്സർവേഷൻസിൽ 17 cm, 16 cm, 18 cm എന്നൊക്കെ പറയുന്നത് 17 cm ക്ലോസ് ആയിട്ട് വരുന്നതാണ്. അതേസമയം അമിയുടെ മെഷർമെൻറ്റ്സ് എല്ലാം 15 cm റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് സ്റ്റുഡൻസിൻ്റെ മെഷർമെൻറ്റിൽ മോർ ആക്യുറേറ്റ് ആയിട്ടുള്ളത് ആരുടെ മെഷർമെൻ്റ് ആണ്? സൂസൻ്റെ മെഷർമെൻ്റ് ആണെന്ന് നമുക്ക് പറയാം. ഫോർ എക്സാമ്പിൾ, ഇത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുന്നതാണ്, നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. അപ്പോൾ ഇതിൽ ഫിഗറിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ബോർഡിലെ ഇന്നർ സർക്കിളിലാണ് എല്ലാ ആരോസും വന്ന് ഹിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ ഈ ബോ ആൻഡ് ആരോ എക്സ്പെരിമെൻ്റ് എന്ന് പറയാൻ പറ്റില്ല, ഈ ഇതിൽ എല്ലാ ആരോസും വന്ന് ഹിറ്റ് ചെയ്തിരിക്കുന്നത് ആ നടുവിലെ സർക്കിളിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് എന്ത് പറയാം, ഇത് മോർ ആക്യുറേറ്റ് ആണെന്ന് പറയാം അല്ലേ? കാരണം എല്ലാ ആരോസും വന്നിരിക്കുക ആ ഇന്നർ സർക്കിളിനുള്ളിലായതുകൊണ്ട് തന്നെ ഇത് മോർ ആക്യുറേറ്റ് ആണെന്ന് നമുക്ക് പറയാം. വേറൊരു രീതിയിൽ മറ്റൊരു എന്ന് പറഞ്ഞ ഒരു എക്സാമ്പിളായിരുന്നു ഇതെന്ന് പറഞ്ഞാൽ ഒരു പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ആക്യുറസിയെ നമ്മൾ പിക്ചോറിക്കലി റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ദെൻ precision. രണ്ടാമത് വരുന്നതാണ് precision means it is a measure of how close a series of measurement are to one another. How close a series of measurements are to one another. അതായത് ഒരു സീരീസ് ഓഫ് മെഷർമെൻറ്റ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് മെഷർമെൻറ്റ് വാല്യൂ നമ്മൾ മെഷർമെൻറ്റ് വാല്യൂ മീൻസ് ഒബ്സർവേഷൻസ് നമ്മൾ ഗ്രൂപ്പ് ഓഫ് ഒബ്സർവേഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് ഒബ്സർവേഷൻസിൽ വരുന്ന എല്ലാ മെഷർമെൻറ്റ്സ് അല്ലെങ്കിൽ എല്ലാ ഒബ്സർവേഷൻസും തൊട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എത്രത്തോളം ക്ലോസ് ആണ് എന്നതിനെയാണ് പ്രെസിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. എ മെഷർ ഓഫ് ഹൗ എക്സാക്റ്റ് എ മെഷർമെൻറ്റ് ഈസ്, അല്ലെങ്കിൽ ഒരു മെഷർമെൻറ്റ് എത്രത്തോളം എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യമല്ല അതിൻ്റെ മെഷർമെൻറ്റ്. ഇപ്പം നിങ്ങളെ ലാബിൽ നമുക്ക് ഫിസിക്സിന് പ്രാക്ടിക്കൽസ് ഉണ്ട്. അപ്പോൾ പ്രാക്ടിക്കൽസ് ചെയ്യാനും നമ്മൾ ഒരു പ്രാവശ്യമല്ല ഒബ്സർവേഷൻസ് എടുക്കുക. ഒബ്സർവേഷൻസ് എന്ന് പറഞ്ഞാൽ റീഡിങ്സ് എടുക്കുന്നത്. ആ ഒരു പെർട്ടിക്കുലർ എക്സ്പെരിമെൻറ്റ് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഒബ്സർവേഷൻസ് വാല്യൂസ് അല്ലെങ്കിൽ റീഡിങ്സൊക്കെ മാർക്ക് ചെയ്യുന്ന ഒരേ ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം നമ്മളത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യും. കാരണം ഒബ്വിയസ്ലി നമ്മൾ ചെയ്യുന്നതിൽ കറക്റ്റായിട്ട് നമുക്ക് ആക്യുറേറ്റ് വാല്യൂ കിട്ടാൻ വേണ്ടി പല പ്രാവശ്യം നമ്മളത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ആ സെറ്റ് ഓഫ് ഒബ്സർവേഷൻസിൽ അത് അങ്ങോട്ട് ആ സെറ്റ് ഓഫ് ഒബ്സർവേഷൻസ് എല്ലാം ഏകദേശം ഒരേ റേഞ്ചിലുള്ള വാല്യൂസ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അത് മോർ പ്രിസൈസ് വാല്യൂ എന്ന് പറയും, പ്രിസൈസ് ആണെന്ന് പറയും.
പറയാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു സീരീസ് ഓഫ് മെഷർമെൻറ്റ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് എത്രത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലോസ് ആണ് എന്നതിനെയാണ് പ്രെസിഷൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എ മെഷർ ഓഫ് ഹൗ എക്സാക്ട് എ മെഷർമെൻറ്റ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു മെഷർമെൻറ്റിൻ്റെ ഒരു ഗ്രൂപ്പ് ഓഫ് ഒബ്സർവേഷൻ എടുക്കുകയാണെങ്കിൽ അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലോസ് ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന വാല്യൂസ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് മോർ പ്രിസൈസ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ പ്രെസിഷനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നോക്കൂ, ഈ പിക്ചറിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു ഫസ്റ്റ് ഫിഗറിൽ ഹൈ പ്രെസിഷൻ എന്നാണ് പറയുക. കാരണം അതിൽ ഇന്നർ സർക്കിളിനുള്ളിലാണ് എല്ലാ ആരോസും വന്ന് ഹിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, ആ 3 ആരോസാണ് ആ ഒരു ഫിഗറിൽ കാണുന്നത്. ആ 3 ആരോസും എല്ലാം വന്നിരിക്കുന്നത് ഇന്നർ സർക്കിളിലാണ്. അപ്പോൾ അത് 3ഉം ക്ലോസ് ആയിട്ടാണ് എന്ന് പറയുകയാണെങ്കിൽ എല്ലാം ഇന്നർ സർക്കിളിനുള്ളിൽ തന്നെയാണ് ഹിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം ഒരുപോലെ, അപ്പോൾ ക്ലോസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഹൈ പ്രെസിഷനാണ്. ഇനി ഈ ഈ ഫിഗറിൽ നോക്കി, ഇത് 3ഉം ഏകദേശം ഒരേ ഒരു പോയിന്റിലേക്കാണ് വന്ന് ഹിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഇതിലും എന്ത് തന്നെയാണ്? ഹൈ പ്രിസിഷനാണ്. അല്ലാതെ എന്താ പറയുക, ഇന്നർ സർക്കിളിൽ തന്നെ ഹിറ്റ് ചെയ്യണമെന്നില്ല. ഒബ്സർവേഷൻസ് എടുക്കുമ്പോൾ എവിടെയാണ് നമ്മൾ ചെയ്തപ്പോൾ ഈ ഒരു ബോ ആൻഡ് ആരോ എക്സ്പെരിമെൻറ്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ എല്ലാ ആരോസും വന്ന് ഹിറ്റ് ചെയ്തിരിക്കുന്നത് ഒരു സിമിലർ പോയിന്റ്സിന് ഇൻ അറൗണ്ട് ആയിട്ടാണ്. അപ്പോൾ അത് നമുക്ക് എന്ത് പറയാം? ഹൈ പ്രിസിഷനാന്ന് പറയാം. അതേസമയം മൂന്നാമത്തെ ഫിഗർ നോക്കൂ, അതിൽ 3 ആരോസും പല പ്ലേസസിലായിട്ടാണ് ഹിറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോ പ്രിസിഷനാണ്. ഇനി നോക്കൂ, ഇതിൽ 3 ആരോസും ഏകദേശം ഒരേ ലൈനിലാണെന്ന് പറയാം, പക്ഷേ തൊട്ടടുത്തല്ല, ക്ലോസ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? മോഡറേറ്റ് പ്രിസിഷനാണെന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. പ്രിസിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് മെഷർമെൻറ്റ്സ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഒബ്സർവേഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഒബ്സർവേഷൻസ് എല്ലാം തന്നെ ക്ലോസ് ആയിരിക്കും. ക്ലോസ് എന്ന് പറഞ്ഞാൽ വളരെ ഇന്നർ അറൗണ്ട് ഏകദേശം അടുത്തടുത്ത് വരുന്ന വാല്യൂസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കത് എന്താണെന്ന് പറയാം? മോർ പ്രിസിഷൻ, ഹൈ പ്രിസിഷൻ ആണ്. ആ വാല്യൂസ് എല്ലാം പ്രിസൈസ് ആണെന്ന് പറയാം. അപ്പോൾ ഈ ഒരു പിക്ചറിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അതിൽ ഫസ്റ്റ് പിക്ചറിൽ നോക്കിയാൽ കാണാം, ആ ഒരു ഏകദേശം ഈ 3 ഒരു ബോ ആൻഡ് ആരോ എക്സ്പെരിമെൻറ്റിൽ ആ 3 ആരോസാണ് ഇതിൽ വന്നിരിക്കുന്നത്. ആ 3 ആരോസും ഒരേ ഒരു പോയിന്റിലാണ് വന്ന് ഹിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹൈ പ്രിസിഷനാണ്. അപ്പോൾ ഇതിൽ നോക്കൂ, ഇവിടെയും സെയിം പോയിന്റിൽ ഒരു പോയിന്റിന് ചുറ്റുമാണ് 3 ആരോസ് വന്ന് ഹിറ്റ് ചെയ്തിരിക്കുക. അവിടെയും ഹൈ പ്രിസിഷൻ തന്നെയാണ് സെക്കൻഡ് പിക്ചറിൽ വരുന്നത്. പക്ഷെ തേർഡ് പിക്ചർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ്, ആ 3 ആരോസും ഡിഫറെൻറ്റ് പ്ലേസസിലാണ് വന്ന് ഹിറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിസിഷൻ വളരെ ലോ ആണ്. അപ്പോൾ ലോ പ്രിസിഷനാണ്. ദെൻ ഫോർത്ത് പിക്ചർ നോക്കിയാൽ മനസ്സിലാവും, ആ 3 ആരോസും ഏകദേശം ഒരേ ലൈനിലാണ്, പക്ഷേ അത്രത്തോളം ക്ലോസ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഒരു മീഡിയം പ്രിസിഷൻ, അതല്ലെങ്കിൽ മോഡറേറ്റ് പ്രിസിഷൻ എന്ന് പറയാം. അപ്പോൾ പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? Precision means a measure of how close a series of measurements are to one another. ഒന്ന് മറ്റൊന്നിനോട് എത്രത്തോളം ക്ലോസ് ആണ് മെഷർമെൻറ്റ്. ഒരു സീരീസ് ഓഫ് ഒബ്സർവേഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിലൊന്ന് മറ്റൊരു ഒബ്സർവേഷനോട് എത്രത്തോളം ക്ലോസ് ആണ് എന്നതിനെയാണ്, ആ ഒരു മെഷറിനെയാണ് പ്രിസിഷൻ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിൽ പ്രിസിഷനെ കാണിക്കുന്ന മറ്റൊരു ഫിഗറാണ് ഇത് സെയിം പിക്ചർ തന്നെയാണ്, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതിൽ ആക്യുറസിയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഫിഗറിൽ നോക്കിയാൽ എന്താണ്, ആ ഫിഗറിൽ എന്താ പറയുക, ആ ഡോട്ട്സ് കാണിക്കുന്നത് പലതും പല പ്ലേസസിലാണ്. അതുകൊണ്ട് തന്നെ ആക്യുറസിയും ഇല്ല, പ്രിസിഷനും ഇല്ല. ആക്യുറസി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്? മെഷേർഡ് വാല്യൂ ട്രൂ വാല്യൂവിനോട് എത്രത്തോളം ക്ലോസ് ആണ് എന്നതാണ് ആക്യുറസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് മെഷർമെൻറ്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിലൊരു മെഷർമെൻറ്റ് മറ്റൊരു മെഷർമെൻറ്റിനോട് എത്രത്തോളം ക്ലോസ് ആണ് എന്നതാണ് കാണിക്കുന്നത്. രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്, തെറ്റിക്കരുത്. ആക്യുറസി ട്രൂ ഒറിജിനൽ വാല്യൂവിനോട് എത്രത്തോളം ക്ലോസ് ആണ് ഒബ്സർവ് വാല്യൂ എന്നതാണ് ആക്യുറസി മീൻ ചെയ്യുന്നത്. അതേസമയം പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് മെഷർമെൻറ്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിലൊരു മെഷർമെൻറ്റ് മറ്റൊരു മെഷർമെൻറ്റിനോട് എത്രത്തോളം ക്ലോസ് ആണ് എന്നതാണ് കാണിക്കുന്നത്. ഫസ്റ്റ് ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും, അതിലെ ഡോട്ട്സ് എന്ന് പറയുന്നത് പലതും പല പ്ലേസസിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ആക്യുറസി ആയാലും പ്രിസിഷൻ ആയാലും വളരെ ലോ ആണ്. രണ്ടാമത്തെ ഫിഗറിൽ എന്ന് പറയുകയാണെങ്കിൽ ഡോട്ട്സ് എല്ലാം ഏകദേശം വളരെ ക്ലോസ് ആയിട്ടാണ് വരുന്നത്, ഏകദേശം ഒരു പോയിന്റിനടുത്ത്. അതുകൊണ്ട് തന്നെ എന്താണ്, നമുക്ക് എന്ത് പറയണം? ഹൈ പ്രിസിഷനാണ്. അപ്പം ഇതിൽ പക്ഷേ ലോ ആക്യുറസിയാണ്. ലോ ആക്യുറസി എന്ന് പറയാൻ കാരണം എന്താ? നമ്മൾ ഈ ബോ ആൻഡ് ആരോ എക്സ്പെരിമെൻറ്റിൽ എന്താ പറയുക, ആ ഒരു ബോർഡിൽ ഒരുപാട് സർക്കിൾസ് ഉണ്ടായിരിക്കും. അതിൽ ഏറ്റവും ഇന്നർ സർക്കിൾസിനുള്ളിലായിട്ടാണ് എല്ലാ ആരോസും വന്നു വീണത്. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ ഹൈ ആക്യുറസി ഹൈ ആണെന്ന് പറയുക. അപ്പോൾ ഇതിലെ ഈ ഡോട്ട്സിനാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഡോട്ട്സ് എല്ലാം ഇന്നർ സർക്കിളിനുള്ളിൽ വന്നാലാണ് നമുക്ക് ഹൈ പ്രിസിഷനാണ്, ഹൈ ആക്യുറസി ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കേസിൽ എല്ലാം ഒരുമിച്ച് വളരെ ക്ലോസ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിസിഷൻ വളരെ ഹൈ ആണ്, പക്ഷേ ആക്യുറസി ലോ ആണ്. തേർഡ് പിക്ചർ നോക്കുകയാണെങ്കിൽ എന്താണ്?
തേർഡ് പിക്ചർ നോക്കുകയാണെങ്കിൽ ആ ഡോട്ട്സെല്ലാം ഏകദേശം ആ ഇന്നർ സർക്കിളിൻ്റെ തൊട്ടടുത്തായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആക്യുറസി ഉണ്ടെന്ന് പറയാം, നമുക്ക് ഹൈ ആക്യുറസി ആണെന്ന് പറയാം. പക്ഷേ പ്രിസിഷൻ ഇല്ല. കാരണം എന്താ, അത് ഇന്നർ സർക്കിളിന് അടുത്തായിട്ടാണ് വന്നതെങ്കിലും പക്ഷേ അവ തമ്മിൽ എന്താ പറയുക, കുറച്ച് ഗ്യാപ്സ് ഉണ്ട് അല്ലേ, ഡിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രിസിഷൻ വളരെ ലോ ആണ്. എല്ലാ ഡോട്ട്സും ക്ലോസ് ആയിട്ട് വന്നാലാണ് നമുക്ക് പ്രിസൈസ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. നാലാമത്തെ പിക്ചർ നോക്കുകയാണെങ്കിൽ എല്ലാ ഡോട്ട്സും ഇന്നർ സർക്കിളിൻ്റെ ഉള്ളിലാണ്, അതെല്ലാം വളരെ ക്ലോസ് ആയിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഹൈ പ്രിസിഷനാണ്, ഹൈ ആക്യുറസിയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഈസ് എറർ. എറർ എന്ന് പറയുകയാണെങ്കിൽ എറർ ഇസ് ഡിഫൈൻഡ് ആസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ആക്ച്വൽ ഓർ ട്രൂ വാല്യൂ ആൻഡ് ദ മെഷേർഡ് വാല്യൂ. നമ്മളപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള മെഷേർഡ് വാല്യൂം അതിൻ്റെ ആക്ച്വൽ വാല്യൂം തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എറർ എന്ന് പറഞ്ഞാൽ. ഒബ്വിയസ്ലി നമ്മൾ ഏത് എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്താലും എറേഴ്സ് ഉണ്ടായിരിക്കും. കാരണം ഹ്യൂമൻസ് ആണ്, അതുകൊണ്ട് തന്നെ എറർ എന്തായാലും ഉണ്ടായിരിക്കും. ഒരു 1% എങ്കിലും മിനിമം എറർ ഉണ്ടായിരിക്കും ഏതൊരു എക്സ്പെരിമെൻറ്റ് നമ്മൾ കണ്ടക്ട് ചെയ്താലും. അപ്പോൾ ട്രൂ വാല്യൂ, ആ ഒരു ഒബ്ജക്റ്റിൻ്റെ നമ്മൾ ഏതാണോ എക്സ്പെരിമെൻറ്റ് വഴി കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പെർട്ടിക്കുലർ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ട്രൂ വാല്യൂ, അതായത് ആക്ച്വൽ വാല്യൂവും അത് നമുക്ക് മെഷർമെൻറ്റ് എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ മെഷേർഡ് വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് എന്ന് പറയുന്നത് എറർ എന്ന് പറയുന്നത്. അപ്പോൾ ദ ഡീവിയേഷൻ ഓഫ് മെഷേർഡ്, നമുക്കിങ്ങനെയും പറയാം, ദ ഡീവിയേഷൻ ഓഫ് മെഷേർഡ് വാല്യൂ ഫ്രം ദ ട്രൂ വാല്യൂ ഈസ് നോൺ ആസ് എറർ. അല്ലെങ്കിൽ ഒരു അൺസർട്ടനിറ്റിയാണ് എറർ എന്ന് പറയുന്നത് അല്ലേ. അതായത് എറർ നമുക്ക് ആക്ച്വലി എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ ആ ട്രൂ വാല്യൂ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ 9.8 ആണ്. 9.8 m/s² ആണ് ജനറൽ കേസസിൽ. അപ്പോൾ ഒബ്വിയസ്ലി നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്താൽ നമുക്ക് കിട്ടേണ്ട ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതായത് ജിയുടെ വാല്യൂ അത് തന്നെയാണ് കിട്ടേണ്ടത്. പക്ഷേ എറർ ഉണ്ടായിരിക്കും നമ്മൾ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂവിൽ എന്ത് വരാം, ഡിഫറൻസസ് വരാം. അപ്പോൾ ഒരു അൺസർട്ടനിറ്റി ഉണ്ട് അവിടെ. കാരണം 9.8 പകരം നമുക്ക് ചിലപ്പോൾ കിട്ടാൻ 9.5 ആയിരിക്കാം, 9.6 ആയിരിക്കാം, 9.4 ഒക്കെ ആയിരിക്കാം, ചിലപ്പോൾ 9 ആയിരിക്കും കിട്ടുക. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു അൺസർട്ടനിറ്റിയാണ്. ആക്ച്വൽ വാല്യൂ 9.8 ആയതുകൊണ്ട്. അപ്പോൾ എററിനെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെയും പറയാം, ഇറ്റ്സ് എ അൺസർട്ടനിറ്റി ഇൻ ദ മെഷർമെൻറ്റ്. മെഷർമെൻറ്റിൽ വരുന്ന അൺസർട്ടനിറ്റിനെയാണ് നമ്മൾ എറർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ദ ഡീവിയേഷൻ ഓഫ് മെഷർഡ് വാല്യൂ ഫ്രം ദ ട്രൂ വാല്യൂ ഇസ് നോൺ ആസ് എറർ, ഓർ ദ അൺസർട്ടനിറ്റി ഇൻ ദ മെഷർമെൻറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എറർ. എറർ ഷുഡ് നോട്ട് ബി കൺഫ്യൂസ്ഡ് വിത്ത് എ മിസ്റ്റേക്ക്. അതായത് എറർ എന്ന് പറഞ്ഞാൽ അത് മിസ്റ്റേക്ക് ആണെന്ന് നമ്മൾ കൺഫ്യൂസ് ചെയ്യരുത്. എക്സ്പെരിമെൻറ്റിൻ്റെ കേസസിൽ നമ്മൾ ഫിസിക്സിലൊക്കെ ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് കണ്ടുപിടിക്കും. എക്സ്പെരിമെൻറ്റ്സ് വഴിയാണ് പല തിയറിയും, ഫിസിക്സിലെ പല തിയറീസും ലോസൊക്കെ അല്ലെങ്കിൽ പല ഫിനോമിനൻസിന് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നതൊക്കെ പല പല എക്സ്പെരിമെൻറ്റ്സ് വഴിയാണ്. അപ്പോൾ എറർ എന്ന് പറഞ്ഞാൽ അതൊരു മിസ്റ്റേക്ക് ആണെന്ന് കൺഫ്യൂസ് ആവരുത്. എറർ നമുക്ക് മിസ്റ്റേക്സ് ക്യാൻ ബി അവോയ്ഡഡ്, മിസ്റ്റേക്കിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അത് എന്താണ് മിസ്റ്റേക്ക് എന്ന് നമ്മൾ കണ്ടുപിടിച്ചാൽ നമുക്ക് അതിൻ്റെ ഒരു റെമഡീസ് എടുത്താൽ അത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു എക്സ്പെരിമെൻറ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് എറേഴ്സിനെ അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. 100% നമുക്ക് എററിനെ അവോയ്ഡ് ചെയ്യാൻ സാധിക്കില്ല. അതിനെ പക്ഷേ നമുക്ക് മിനിമൈസ് ചെയ്യാൻ സാധിക്കും, കുറച്ച് കൊണ്ടുവരാൻ പറ്റും. മിനിമം ഒരു 1% എങ്കിലും എറർ ഉണ്ടായിരിക്കും നമ്മൾ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഏകദേശം എക്സ്പെരിമെൻറ്റ് വാല്യൂസൊക്കെ പറയുമ്പോൾ ഏകദേശം അതിൻ്റെ കൂടെ ഒരു ഇത്ര % എററിനും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ പറയാറുള്ളത്. കാരണം ഒബ്വിയസ്ലി അതിൽ എറർ വരും പല പല കാരണങ്ങൾ കൊണ്ട്. കാരണം ഒരു എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ അതിനുള്ള നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് വരാം, അത് ആ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന ആ ഒരു പേഴ്സണെ ഡിപ്പെൻഡ് ചെയ്ത് വരാം എറർ. ഇൻസ്ട്രുമെൻസിൻ്റെ എന്താ പറയുക, ഇൻസ്ട്രുമെൻസിൻ്റെ അതായത് ഫോൾട്ടി ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ അതുമൂലം എറർ വരും. അങ്ങനെ പല പല റീസൺ കൊണ്ട് എറർ ഒക്കർ ചെയ്യാം. അപ്പോൾ ആ എറേഴ്സിനെ നമുക്ക് ഇല്ലാതാക്കാൻ 100% ഒഴിവാക്കാൻ നമുക്ക് സാധിക്കില്ല, പക്ഷേ മിനിമൈസ് ചെയ്യാൻ സാധിക്കും. അതേസമയം എറർ ഒരു മിസ്റ്റേക്ക് അല്ല, മിസ്റ്റേക്കിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം, പക്ഷേ എററിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. എക്സ്പെരിമെൻറ്റ്സിൻ്റെ കേസിൽ എറേഴ്സിനെ നമുക്ക് മിനിമൈസ് ചെയ്യാൻ മാത്രമേ സാധിക്കുള്ളൂ. Then types of errors. Error in a measurement are generally classified into 2 categories: systematic error, random error. ഇനി അതുകൂടാതെ വേറൊരു ടൈപ്പ് എററും കൂടി ഉണ്ട്, ലീസ്റ്റ് കൗണ്ട് എറർ.
അപ്പോൾ ജനറലി 2 കാറ്റഗറീസ് ആയിട്ടേ നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുള്ളൂ സാധാരണ രീതിയിൽ പറയാറ്, സിസ്റ്റമാറ്റിക് എറർ, റാൻഡം എറർ. പക്ഷേ ലീസ്റ്റ് കൗണ്ട് എററും കൂടി ഉണ്ട്, അതും നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. അപ്പോൾ എറേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു സിസ്റ്റമാറ്റിക് എറർ, റാൻഡം എറർ, ലീസ്റ്റ് കൗണ്ട് എറർ. Then first one is systematic error. ഇനി സിസ്റ്റമാറ്റിക് എററിനെ അഗെയിൻ 3 ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇൻസ്ട്രുമെൻ്റൽ എറേഴ്സ്, പേഴ്സണൽ എറേഴ്സ്, imperfection and experimental techniques. Then second one is random error, third one is least count error. Okay, then first one, systematic error. Systematic errors means it arises due to the defect in the measuring device. അതായത് നമ്മളിപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ ആ എക്സ്പെരിമെൻറ്റിൽ ഒബ്വിയസ്ലി ഒരു ഇൻസ്ട്രുമെൻറ്റ് അല്ലെങ്കിൽ ഒരു എക്യുപ്മെൻറ്റ് യൂസ് ചെയ്തായിരിക്കും നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുക ഫിസിക്സിൽ. അപ്പോൾ അത്തരം ആ ഒരു നമ്മൾ യൂസ് ചെയ്യുന്ന ആ മെഷറിംഗ് ഡിവൈസ് അല്ലെങ്കിൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിൽ ഡിഫക്റ്റ് കൊണ്ടുണ്ടാകുന്ന എററാണ് സിസ്റ്റമാറ്റിക് എറർ എന്ന് നമുക്ക് വേണമെങ്കിൽ ജനറലി പറയാം. ദ ടൈപ്പ് ഓഫ് എറേഴ്സ് അറൈസ് ഡ്യൂ ടു ദ ഡിഫക്റ്റ് ഇൻ ദ മെഷറിംഗ് ഡിവൈസ് ഇസ് നോൺ ആസ് സിസ്റ്റമാറ്റിക് എറർ. ഓക്കെ, systematic error and it can be removed by correcting measurement device. ആ മെഷർമെൻറ്റ് ഡിവൈസ് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സിസ്റ്റമാറ്റിക് എറർ റിമൂവ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ദിസ് സിസ്റ്റമാറ്റിക് എറർ can be occur in one direction, either positive or negative. അതായത് സിസ്റ്റമാറ്റിക് എറർ നമ്മൾ പറഞ്ഞു, നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സിലെ ഡിഫക്റ്റ് കൊണ്ട് ഒക്കർ ചെയ്യുന്ന എറേഴ്സ് ആണ് സിസ്റ്റമാറ്റിക് എറേഴ്സ്. അപ്പോൾ ഈ സിസ്റ്റമാറ്റിക് എറർ മീൻ അത് വൺ ഡിറക്ഷനിലാണ്, ഓൺലി വൺ ഡിറക്ഷനിലായിരിക്കും ഇത് ഒക്കർ ചെയ്യുക. either പോസിറ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. കാരണം നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സിൽ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പോസിറ്റീവ് വാല്യൂസ് ആയിരിക്കും കിട്ടുക, ചിലപ്പോൾ നെഗറ്റീവ് വാല്യൂസ് ആയിരിക്കും കിട്ടുക. അതുകൊണ്ടാണ് പറയുന്നത് the errors which tends to occur in one direction, either positive or negative, are also called systematic errors. Then systematic errors are of 3 types. സിസ്റ്റമാറ്റിക് എറേഴ്സിനെ നമ്മൾ 3 ടൈപ്സ് ആയിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻസ്ട്രുമെൻ്റൽ എറർ, പേഴ്സണൽ എറർ ആൻഡ് ഇംപെർഫെക്ഷൻ ഇൻ എക്സ്പെരിമെൻ്റൽ ടെക്നിക് ഓർ പ്രൊസീജിയർ. ഇൻസ്ട്രുമെൻ്റൽ എറർ പേര് പോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് കൊണ്ട് ഒക്കർ ചെയ്യുന്ന എറേഴ്സ്. പേഴ്സണൽ എറേഴ്സ് ഒരു ഒബ്വിയസ്ലി ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ ആ ഒരു പേഴ്സൺ ആയിരിക്കില്ല ആ ഒരു എക്സ്പെരിമെൻറ്റ്, ആ ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്ത് എക്സ്പെരിമെൻറ്റ് നടത്തുക. അപ്പോൾ ആ പേഴ്സണൽ എറേഴ്സ് എന്ന് പറഞ്ഞാൽ ആ പേഴ്സൺ ആ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യില്ല വരും അല്ലെങ്കിൽ മിസ്ലീഡ് ചെയ്യുന്ന പല പോയിൻറ്റ്സ് കൊണ്ട് ഒക്കെ ചെയ്യുന്ന എറേഴ്സാണ് പേഴ്സണൽ എറേഴ്സ്. ദാൻ ഇംപെർഫെക്ഷൻ ഇൻ എക്സ്പെരിമെൻ്റൽ ടെക്നിക് ഓർ പ്രൊസീജിയർ. ആ ഓരോ എക്സ്പെരിമെൻറ്റും നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഓരോ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്തിട്ടായിരിക്കണം. ആ ഒരു നമ്മൾ ഫോളോ ചെയ്യുന്ന ടെക്നിക്സ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് റോങ് ആണെങ്കിൽ അങ്ങനെയും എറർ ഒക്കെ ചെയ്യാറുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഇൻസ്ട്രുമെൻ്റൽ എറേഴ്സ്. These errors are occurred due to the inbuilt defect of the measuring instrument. അതായത് ഇൻസ്ട്രുമെൻ്റൽ എറേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇൻസ്ട്രുമെൻ്റൽ എറേഴ്സ് ഒക്കേഴ്സ് ഡ്യൂ ടു ദി ഇൻബിൽറ്റ് ഡിഫക്റ്റ് ഓഫ് ദ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്. മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഇൻബിൽറ്റ് ഡിഫക്റ്റും ഉണ്ട്. അപ്പോൾ അതായത് നമ്മൾ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ ഇൻബിൽറ്റ് ഡിഫക്റ്റ് കൊണ്ട് ഒക്കർ ചെയ്യുന്ന എറേഴ്സാണ് എന്ത് ഇൻസ്ട്രുമെൻ്റൽ എറേഴ്സ് എന്ന് പറയുന്നത്. സീറോ എറർ ഇൻ ദ മെഷർമെൻറ്റ് എക്സെട്ര. സീറോ എറർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ സീറോ എറർ പറഞ്ഞു തരാണെങ്കിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏകദേശം നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിലുണ്ടാവും ഒരു 50 സെൻറ്റിമീറ്റർ ലെങ്ത്തിലുള്ള സ്കെയില് അല്ലേ? അപ്പോൾ ആ 15 സെൻറ്റിമീറ്റർ ലെങ്ത്തിലുള്ള സ്കെയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൽ 0യിൽ നിന്നാണ് നമ്മുടെ മെഷർമെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക അല്ലേ? അതേസമയം ചില സ്കെയിൽസിൽ നമ്മൾ അതിൻ്റെ ഡിഫക്റ്റ് എന്താ പറയുകയാണെങ്കിൽ ഇൻബിൽറ്റ് ഡിഫക്റ്റ് കാരണം ചിലപ്പോൾ 0 എന്നായിരിക്കില്ല സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും, ചിലപ്പോൾ 0.1 നിന്ന് സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കും. അതായത് അതിൻ്റെ ഫസ്റ്റ് റീഡിങ്, ആ സ്കെയിലിലെ ഫസ്റ്റ് റീഡിങ് 0 അല്ല, അതിന് പകരം 0.1 ആണെന്ന് വിചാരിക്കൂ. അങ്ങനെ വരുന്നതിലാണ് ഇൻബിൽറ്റ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്കെയിൽ എന്താ ഡിഫക്റ്റ് ആണ്, കാരണം നമുക്ക് ആ സ്കെയിൽ യൂസ് ചെയ്തിട്ട് 0 എന്ന് പറയുന്ന മെഷർമെൻറ്റ് പോസിബിൾ അല്ല അല്ലേ? അപ്പോൾ അങ്ങനെയാണ് സീറോ എറർ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻസ്ട്രുമെൻ്റൽ എറേഴ്സ് കോസ്ഡ് ബൈ നോൺ ഐഡിയൽ ഇൻസ്ട്രുമെൻ്റൽ ബിഹേവിയർ, ബൈ ദ ഫോൾട്ടി കാലിബ്രേഷൻ ഓർ ബൈ യൂസ് അണ്ടർ ഇൻഅപ്രോപ്രിയേറ്റ് കണ്ടീഷൻസ്. അതായത് ആ ഇൻബിൽറ്റ് ഡിഫക്റ്റിനെയാണ് പറയുന്നത് ഫോൾട്ടി കാലിബ്രേഷൻ. അതായത് ചില ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ നമുക്ക് കാലിബ്രേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഫോൾട്ടി കാലിബ്രേഷൻ ആണെങ്കിൽ ശരിയായ രീതിയിൽ അത് കാലിബ്രേറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂസ് എന്ന് പറയുന്നത് ഫോൾട്ടി ഉണ്ടാവും, നമുക്ക് ആ കിട്ടുന്ന വാല്യൂസിൽ തെറ്റുണ്ടാവാം. അതുപോലെ തന്നെ ബൈ യൂസ് അണ്ടർ ഇൻഅപ്രോപ്രിയേറ്റ് കണ്ടീഷൻസ്, ശരിയായ രീതിയിൽ ശരിയായ പ്രൊസീജിയറിൽ അത് മേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അതുണ്ടാക്കിയാൽ ഇൻബിൽറ്റ് ഡിഫക്റ്റായിട്ട് എറേഴ്സ് വരാം.
Typical source of instrumental errors include drift in electronic circuit, temperature defect in detectors, decrease in voltage of batteries with use and calibration errors in meters and weight and volumetric equipment. അപ്പോൾ ഇതിൽ ഡിഫ്റ്റ് ഇൻ ഇലക്ട്രോണിക് സർക്യൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. ടെമ്പറേച്ചർ ഇഫക്റ്റ് ഓൺ ഡിറ്റക്ടേഴ്സ്, അത് വേറെ രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ടെമ്പറേച്ചർ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുക. നമ്മൾ എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ റൂം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ എക്സ്പെരിമെൻറ്റ് എവിടെയാണോ കണ്ടക്ട് ചെയ്യുന്നത് ആ ഒരു പ്ലേസിൻ്റെ ടെമ്പറേച്ചറിനെയാണ് റൂം ടെമ്പറേച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്. ആ റൂം ടെമ്പറേച്ചർ 30 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിച്ചോളൂ. പെട്ടെന്ന് തന്നെ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ ടെമ്പറേച്ചർ, അതായത് എന്താ പറയുക, വെതർ കണ്ടീഷൻസിലൊക്കെ ചേഞ്ച് വന്നിട്ട് ടെമ്പറേച്ചർ ലോ ആയെന്ന് വിചാരിച്ചു. അപ്പോൾ എക്സ്പെരിമെൻറ്റ് ഇൻ ബിറ്റ്വീൻ ടെമ്പറേച്ചർ 30 ഡിഗ്രി സെൽഷ്യസ് നിന്ന് 25 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് മാറിയെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് പറയും, അവിടെ ഒരു എറർ വന്നു ഇല്ലേ. അപ്പോൾ ഡിക്രീസ് ഇൻ വോൾട്ടേജസ് ഓഫ് ബാറ്ററി, നമ്മൾ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ ചില എക്യുപ്മെൻറ്റ്സിൽ ബാറ്ററീസ് ഒക്കെ ഉണ്ടായിരിക്കും അത് വർക്ക് ചെയ്യാനാണ്. ആ ബാറ്ററീസിലെ വോൾട്ടേജിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യാമെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ അവിടെ വരുമ്പോൾ എന്ത് സംഭവിക്കും, അങ്ങനെയും അതൊരു എററാണ്. അതും എന്താണ്, ഒരു ഇൻസ്ട്രുമെൻ്റൽ എററായിട്ടാണ് വരുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ ഡിക്റ്റേറ്റ് ചെയ്യുന്ന ഡിറ്റക്ടേഴ്സിൽ ടെമ്പറേച്ചർ ഇഫക്റ്റ് ഡിറ്റക്ടേഴ്സിൽ വരികയാണെങ്കിൽ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചോളൂ. റൂം ടെമ്പറേച്ചർ വളരെ കൂടുതലാണെങ്കിൽ പെട്ടെന്ന് ഹീറ്റ് ആവും. അതേസമയം റൂം ടെമ്പറേച്ചർ വളരെ കുറവാണെന്ന് വിചാരിച്ചോളൂ. ഒരു മഴയുള്ള ദിവസമാണെങ്കിൽ നമുക്ക് ഹീറ്റ് ആവാനായിട്ട് ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ഹീറ്റ് ചെയ്യാനാണെങ്കിൽ ഒരുപാട് സമയമെടുക്കും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയെല്ലാം ഡിഫക്റ്റുകൾ വരികയാണ്. അതിനെയാണ് ഇൻസ്ട്രുമെൻ്റൽ എറേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ക്യാൻ ബി കറക്റ്റഡ് ബൈ കാലിബ്രേഷൻ വിത്ത് സ്യൂട്ടബിൾ സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് കറക്റ്റ് ചെയ്യാം. അപ്പോൾ എക്സ്പെരിമെൻ്റ് ഇപ്പോൾ ടെമ്പറേച്ചറിൻ്റെ കേസ് പറഞ്ഞു. ആ ടെമ്പറേച്ചറിൻ്റെ കേസിൽ നമ്മളൊരു എന്താ പറയുക, ഒരു മഴയുള്ള ദിവസം, ഒരു റെയിനി ഡേ ആണെങ്കിൽ ചിലപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഹീറ്റ് ആവാനായിട്ട് വളരെ കൂടുതൽ സമയമെടുക്കും, കാരണം റൂം ടെമ്പറേച്ചർ വളരെ കുറവായതുകൊണ്ട്. അതേസമയം വളരെ ചൂടുള്ള ഹോട്ട് ഡേ ആണെങ്കിൽ എന്ത് വരും, പെട്ടെന്ന് ഹീറ്റ് ആവും. അപ്പോൾ ഈ സറൗണ്ടിങ്സിൽ വരുന്ന ടെമ്പറേച്ചർ കണ്ടീഷൻസ് ചേഞ്ചസ് ഒന്നും അതായത് അതിനനുസരിച്ച് ചേഞ്ചസ് ഡിറ്റക്റ്റ് ചെയ്യാത്ത വിധത്തിൽ നമ്മൾ ആ ഇൻസ്ട്രുമെൻറ്റിനെ കാലിബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇത്തരം എറേഴ്സൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ദെൻ കാലിബ്രേഷൻ എറേഴ്സ് ഇൻ മീറ്റേഴ്സ്, നമ്മൾ യൂസ് ചെയ്യുന്ന സ്കെയിൽസിൽ വരുന്ന കാലിബ്രേഷൻ. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ സീറോസിൻ്റെ കേസിൽ. അപ്പോൾ ശരിക്കും എന്താണ്, കൃത്യമായിട്ടുള്ള മെഷർമെൻറ്റ്സ് ആണ്. ഇൻസ്ട്രുമെൻറ്റ്സ് ആണെങ്കിൽ നമുക്ക്, അതായത് കാലിബ്രേറ്റ് ചെയ്യുന്നത് കൃത്യമായിട്ടാണെങ്കിൽ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഇൻസ്ട്രുമെൻ്റൽ എറേഴ്സ് ഒരു പരിധി വരെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇൻസ്ട്രുമെൻ്റൽ എറർ എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ എന്താണ്, ദ എറേഴ്സ് occur due to the inbuilt defect of the measuring instrument. ദെൻ ഇനി ഈ ഇൻസ്ട്രുമെൻ്റൽ എറേഴ്സ് എന്തുകൊണ്ടാണ് ഒക്കർ ചെയ്യുന്നത്? മിസ്യൂസ് ഓഫ് ദ അപ്പാരറ്റ്സ് നമ്മൾ മിസ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് സ്റ്റാർട്ടിങ് ടൈമിൽ, അതായത് അത് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങുന്ന ഫസ്റ്റ് ടൈമിലൊക്കെ അതിലെ വാല്യൂസൊക്കെ വളരെ കറക്റ്റ് ചെയ്യാം. ഒരുപാട് പ്രാവശ്യം, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന സ്കെയിൽ ഒരുപാട് തവണ നിങ്ങൾ ആ ഒരു 15 സെൻറ്റിമീറ്റർ സ്കെയിലുള്ള ചെറിയ സ്കെയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഉള്ള മാർക്കിങ്സ് എല്ലാം മാഞ്ഞു പോകില്ലേ. അപ്പോൾ മിസ്യൂസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് യൂസ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നല്ല പ്രോപ്പർ കെയർ കൊടുത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ സ്കെയിലിൽ അതിലെ മാർക്കിങ്സ് ഒന്നും ആയില്ല. അതാണ് പറയുന്നത് മിസ്യൂസ് ഓഫ് ദ പാരറ്റ്സ്. ദെൻ ഇംപെർഫെക്ഷൻസ് ഇൻ ദ മെക്കാനിക്കൽ സ്ട്രക്ചർ ഓഫ് ദ പാരറ്റ്സ്. ആ പാരറ്റിൻ്റെ സ്ട്രക്ചറിൽ വരുന്ന ഇംപെർഫെക്ഷൻ മൂലം. ദർ ആർ ഒക്കേഴ്സ് ബിക്കോസ് ഓഫ് ദ ലോഡിങ് ഇഫക്റ്റ്. നമ്മൾ അതിൽ എറർ ഒക്കേഴ്സ് ബിക്കോസ് ഓഫ് ദ ലോഡിങ് ഇഫക്റ്റ്. ആ ഒരു ഇൻസ്ട്രുമെൻ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡിനനുസരിച്ച് അങ്ങനെ 3 രീതിയിൽ പറയുന്നുണ്ട്. മിസ്യൂസ് ഓഫ് ദ പാരറ്റ്സ്, ഇംപെർഫെക്ഷൻസ് ഇൻ ദ മെക്കാനിക്കൽ സ്ട്രക്ചർ ഓഫ് ദ പാരറ്റ്സ്, ദ എറേഴ്സ് ഒക്കേഴ്സ് ബിക്കോസ് ഓഫ് ദ ലോഡിങ് ഇഫക്റ്റ്. കണ്ടോ, ഇപ്പോൾ ഇതിലൊരു എക്സാമ്പിളായിട്ടൊരു സ്കെയിൽ കൊടുത്തിട്ടുണ്ട്. ആ സ്കെയിലിൽ ആദ്യത്തെ വാല്യൂസ്, ആദ്യത്തെ ഭാഗം നോക്കുക. ആ സ്കെയിലിൻ്റെ ഒരു എൻഡ് എന്ന് പറയുകയാണെങ്കിൽ കുറച്ച് ഭാഗം ഇല്ല, കാരണം അത് മിസ്യൂസ് ചെയ്തിട്ട്, ആ ഒരു സ്കെയിൽ മിസ്യൂസ് ചെയ്തിട്ട് ആ ഒരു ഭാഗം പോയിരിക്കുകയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ, ഈ സ്കെയിൽ യൂസ് ചെയ്ത് നമുക്ക് എക്സാക്ട്ലി മെഷർമെൻറ്റ് പോസിബിൾ ആണോ? അല്ല. അപ്പോൾ അവിടെ എന്ത് വെക്കർ ചെയ്തു, അവിടെ ഒരു എറർ വന്നു. ദെൻ രണ്ടാമത്തെ കാറ്റഗറിയാണ് പേഴ്സണൽ എറേഴ്സ്. പേഴ്സണൽ എറേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ദീസ് ടൈപ്പ് ഓഫ് എറേഴ്സ് അറൈസ് ഡ്യൂ ടു ദി ഇൻഡിവിജ്വൽ ബയാസ്. Individual bias means lack of proper setting of the apparatus or individual carelessness ഒക്കെ അതിൽ വരാറുള്ളതാണ്. അതായത് നമ്മൾ ശരിക്കും പ്രോപ്പറായിട്ട് ആ ഒരു അപ്പാരറ്റ്സ് സെറ്റ് ചെയ്തിട്ട് വേണം എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യാൻ. അപ്പോൾ ശരിയായ രീതിയിൽ ആ ഒരു അപ്പാരറ്റ്സ് നമ്മൾ സെറ്റ് ചെയ്തില്ലെങ്കിൽ അവിടെ എക്സ്പെരിമെൻറ്റ് എറേഴ്സ് ഒക്കർ ചെയ്യും. അതെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ആ എറർ ഒക്കർ ചെയ്യുന്നത്, ആ ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്ന പേഴ്സൻ്റെ
എന്താണ് കെയർലെസ്നെസ് കൊണ്ടാണ് അങ്ങനെ ലാക്ക് ഓഫ് പ്രോപ്പർ സെറ്റ് ചെയ്യാതെ അപ്പാരറ്റ് സെറ്റ് ചെയ്യാതെ കൊണ്ടാണ് അവിടെ എറർ ഒക്കർ ചെയ്ത്. അതേമാതിരി ഇൻഡിവിജ്വൽ കെയർലെസ് ആയിട്ട് റീഡിങ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ആക്ച്വൽ വാല്യൂ 25.6 ആണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഒരു കൃത്യമായിട്ട് നോട്ട് ചെയ്യില്ലെങ്കിൽ ചിലപ്പോൾ 25.5 എന്നൊക്കെ അല്ലെങ്കിൽ 25.4 എന്നൊക്കെ നമ്മൾ മെഷർമെൻറ്റ് എടുക്കുകയാണെങ്കിൽ തെറ്റാണ്. കാരണം ആക്ച്വൽ വാല്യൂ 25.6 ആണ് അല്ലേ. അപ്പം അങ്ങനെ ലാക്ക് ഓഫ് കെയർലെസ്നെസ് മൂലം എന്ത് സംഭവിക്കാം, എറേഴ്സ് വരാം. ഇതൊക്കെയാണ് ഇത്തരം എറേഴ്സിനെയാണ് പേഴ്സണൽ എറർ എന്ന് പറയുന്നത്. This type of error comes into play because of the faulty procedure adopted by the observer is called personal error. അപ്പം മനസ്സിലായല്ലോ, പേഴ്സണൽ എറേഴ്സ് മീൻസ് വിച്ച് അറൈസ് ഡ്യൂ ടു ദ ഇൻഡിവിജ്വൽ ബയാസ് ലൈക്ക് ലാക്ക് ഓഫ് പ്രോപ്പർ സെറ്റിംഗ് ഓഫ് ദ പാരറ്റ്സ് ഓർ ഇൻഡിവിജ്വൽസ് കെയർലെസ്നെസ് എക്സെട്ര. ഓക്കെ, done. Next type of error, imperfection in experimental techniques. The error due to experimental arrangement, procedure followed and experimental techniques are called imperfection error. ഇംപെർഫെക്ഷൻ ഇൻ എക്സ്പെരിമെൻ്റൽ ടെക്നിക്സ് എന്ന് പറയുകയാണെങ്കിൽ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഓരോ എക്സ്പെരിമെൻറ്റും കണ്ടക്ട് ചെയ്യുന്നതിന് ഒരു പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. ആ പ്രൊസീജിയേഴ്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫോളോ ചെയ്താലാണ് നമുക്ക് എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യേണ്ടത്. എന്നാലാണ് നമുക്ക് ആക്ച്വൽ കറക്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ ഫൈനലായിട്ട്. അതേസമയം ആ ഒരു ലാക്ക് ഓഫ് അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ പ്രൊസീജിയർ ഫോളോ ചെയ്യാത്ത ഇംപെർഫെക്ഷനായിട്ട് അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റൽ ടെക്നിക്സ് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തില്ല അല്ലെങ്കിൽ ആ പ്രൊസീജിയർ ഫോളോ ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്ത് വരും, എറേഴ്സ് ഒക്കർ ചെയ്യും. അത്തരം ടൈപ്പ് ഓഫ് എറേഴ്സിനെയാണ് ഇംപെർഫെക്ഷൻ ഇൻ എക്സ്പെരിമെൻ്റൽ ടെക്നിക്സ് എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ക്ലിനിക്കൽ തെർമോമീറ്റർ നമ്മൾ പനിയൊക്കെ നോക്കാനായിട്ട് യൂസ് ചെയ്യല്ലോ. പ്ലേസ്ഡ് അണ്ടർ ദ ആംപിറ്റ് ഓഫ് എ ഹ്യൂമൻ ബോഡി വിൽ ഓൾവേസ് ഗിവ് എ ടെമ്പറേച്ചർ ലോവർ ദാൻ ദ ആക്ച്വൽ വാല്യൂ ഓഫ് ദ ബോഡി ടെമ്പറേച്ചർ. അതായത് നമ്മുടെ ബോഡിയുടെ ആംപിറ്റിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ആക്ച്വലായിട്ട് കിട്ടില്ല. കാരണം അത് ക്ലോസ്ഡ് ആണ് കുറച്ചും കൂടി അല്ലേ. അതെന്ന് പറയുകയാണെങ്കിൽ ക്ലോസ്ഡ് അല്ല, സറൗണ്ടിങ്സും ആയിട്ട് കുറച്ചും കൂടി ഓപ്പൺ ആണ് അല്ലേ ആംപിറ്റിൽ വയ്ക്കുകയാണെന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ ആ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ആക്ച്വൽ ടെമ്പറേച്ചറിനേക്കാളും കുറച്ചും കൂടി ലോവർ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ അവിടെ എന്ത് വന്നിട്ടുണ്ട്, ഒരു എറർ വന്നിട്ടുണ്ട്. ദെൻ അപ്പോൾ സിസ്റ്റമാറ്റിക് എറേഴ്സിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. 3 ടൈപ്സ് ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? ഇൻസ്ട്രുമെൻ്റൽ എറർ, personal error, imperfection in experimental techniques or procedures. Okay, the next type of error is random error. The error produced due to the sudden change in experimental conditions is called random error. അതായത് നമ്മളൊരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ എക്സ്പെരിമെൻ്റൽ കണ്ടീഷൻസിൽ പെട്ടെന്നൊരു ചേഞ്ച് വരികയാണെങ്കിൽ അവിടെ ഒക്കർ ചെയ്യുന്ന എറേഴ്സാണ് എന്ത്, റാൻഡം എറർ എന്ന് പറയുന്നത്. For example, sudden change in temperature, change in humidity, ഫ്ലക്ച്വേഷൻ ഇൻ വോൾട്ടേജ്. അതായത് ഇപ്പോൾ നമുക്കറിയാം ഒരു ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റ് ആണെങ്കിൽ പെട്ടെന്ന് കറണ്ട് വോൾട്ടേജിൽ ഫ്ലക്ച്വേഷൻ വരികയാണെങ്കിൽ അതിലെന്ത് സംഭവിക്കാം, എറർ ഒക്കർ ചെയ്യാം. കിട്ടുന്ന വാല്യൂ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടായിരിക്കും ഒറിജിനൽ വാല്യൂവിനെയും കാട്ടിലും. അപ്പോൾ അവിടെ എറർ ഒക്കർ ചെയ്യാം. ദെൻ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു നല്ലോണം മഴയുള്ളൊരു ദിവസമാണെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ ഹീറ്റ് ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കും ഹീറ്റായി വരാൻ. അതേസമയം ഒരു നല്ല ഹോട്ട് ഡേ ആണെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു ഒബ്ജക്റ്റിനെ ഹീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ അത്തരത്തിലുള്ള എറേഴ്സിനാണ് റാൻഡം എറേഴ്സ് എന്ന് പറയുന്നത്. Random errors produced due to the sudden change in the experimental condition. And it is also an accidental error and it's beyond the control of a person making experiment അല്ലെങ്കിൽ person making measurement. ശരിയല്ലേ? ആക്സിഡൻ്റൽ എറർ ആണ്, നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് മഴ പെയ്യുന്നു, നമുക്ക് മഴയെ മാറ്റി ചൂട് കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല. അല്ലെങ്കിൽ ഒരു ഹോട്ട് ഡേ അല്ലെങ്കിൽ ഒരു ഹോട്ട് ഡേയിലാണ് നമുക്കൊരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യേണ്ടത്. പക്ഷേ അതിന് പകരം മഴ പെയ്തു എന്ന് വിചാരിക്കും, നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ശരിയല്ലേ? അത് നമ്മുടെ കൺട്രോളിലല്ല വരുന്നത്. അപ്പോൾ ഇത് ആക്സിഡൻ്റൽ എററാണ് റാൻഡം എറർ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ദ ബിയോണ്ട് ദി കൺട്രോൾ ഓഫ് എ പേഴ്സൺ മേക്കിംഗ് മെഷർമെൻറ്റ്. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് ലീസ്റ്റ് കൗണ്ട് എറർ. എന്താണ് ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്? It is the smallest measurement which one can make in an instrument. ഒരു ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്തിട്ട് ഒരു പേഴ്സണ് ഒരു ഇൻസ്ട്രുമെൻറ്റിൽ നിന്ന് മെഷർ ചെയ്തെടുക്കാവുന്ന ഏറ്റവും ചെറിയ മെഷർമെൻറ്റിനെയാണ് ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. ദ സ്മോളസ്റ്റ് വാല്യൂ ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ബൈ എ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് ഈസ് കോൾഡ് ലീസ്റ്റ് കൗണ്ട്. ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്ത് അതിൽ നിന്ന് നമുക്ക് മെഷർ ചെയ്തെടുക്കാവുന്ന ഏറ്റവും ചെറിയ വാല്യൂ ഏതാണോ അതിനെയാണ് ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നിങ്ങളുടെ കയ്യിലുള്ള 15 സെൻറ്റിമീറ്റർ സ്കെയിൽ, ഞാൻ ഈ 15 സെൻറ്റിമീറ്റർ സ്കെയിൽ തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് അതായതുകൊണ്ടാണ്.
അപ്പോൾ ഒരു 15 സെൻറ്റിമീറ്റർ സ്കെയിൽ യൂസ് ചെയ്താൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറയുന്നത് 0.1 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ആ ഒരു 15 സെൻറ്റിമീറ്റർ സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0.1 സെൻറ്റിമീറ്റർ ആണ്. മനസ്സിലായോ? ദ സ്മോളസ്റ്റ് വാല്യൂ ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ബൈ എ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് ഈസ് കോൾഡ് ലീസ്റ്റ് കൗണ്ട്. അപ്പോൾ ലീസ്റ്റ് കൗണ്ട് എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ എറർ associated with the resolution of the instrument, അല്ലെങ്കിൽ the error associate അല്ലെങ്കിൽ the error occurs due to the defect in measuring instrument. മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിലെ ഡിഫക്റ്റ് കൊണ്ട് ഒക്കർ ചെയ്യുന്ന എറേഴ്സ് ആണ് ലീസ്റ്റ് കൗണ്ട് എറർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ?